അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു ഹസൻ സഖാഫുൽ ഹദ്റമി റളിയല്ലാഹു മഹാന്മാരുടെ ഖാദിമീങ്ങളായ നമ്മൾ അവരുടെ ഖിദ്മത്തിന് വേണ്ടി പള്ളിയുടെയും മദ്രസയുടെയും ഖിദ്മത്തിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ട സംഘടന തെരഞ്ഞെടുക്കപ്പെട്ട 11 ആളെയും അല്ലാഹു തആല മഹാന്മാരെ കൊണ്ട് വിജയിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ അതിൽ അഹങ്കരിക്കാനോ ഇതിൽ ആഘോഷിക്കാനോ ഒന്നും നമ്മൾ പാടില്ല. കാരണം ആരെയും തോൽപ്പിക്കാനല്ല നമ്മൾ ഈ മത്സരം അല്ല ഈ ഇലക്ഷൻ ഇവിടെ കൊണ്ടുവന്നത്. നമ്മുടെ നാട്ടിൽ നല്ല നിലക്ക് ദീനി ചൈതന്യം ദീനി പ്രബോധനത്തിനുള്ള എല്ലാ മാർഗങ്ങളും നല്ല രൂപത്തിൽ കൊണ്ടുപോകണം. ആ നിലക്കാണ് അൽഹംദുലില്ലാഹ് നമ്മൾ 11 പേരെയും തെരഞ്ഞെടുത്തത്. അത് അള്ളാഹുവിന്റെ സഹായം കൊണ്ട് നമുക്കത് വിജയിപ്പിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നമുക്ക് ഈ 11 പേരും നമ്മുടെ നാട്ടിന് നേതൃത്വം കൊടുക്കുമ്പോൾ ഇതേപോലെ നമ്മുടെ നാട്ടുകാരൊക്കെ അവരെ കൂടെ നിന്ന് ഒറ്റക്കെട്ടായി സന്തോഷത്തോടുകൂടെ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കണം. അതിന് ഇവയ്ക്ക് നല്ല ശക്തി നമ്മൾ കൊടുക്കണം. കാരണം നമ്മൾ ഇവരെ ഈ രൂപത്തിൽ കൊണ്ടുപോയി നമ്മൾ തന്നെയാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളൊക്കെ ആ വിഷയത്തിൽ സജീവമായിട്ടുണ്ടാകുകയും പ്രത്യേകിച്ച് ആ 5:45 പോലെ 4:45 നമ്മുടെയൊക്കെ നേതൃത്വം നമ്മുടെ താദിയും സുൽത്താനിന്റെ മുസ്താദും എന്നെ വിളിച്ച് ചോദിച്ചൊരു വാക്കുണ്ട്, മോനെ എന്തായി നമ്മുടെ ഇരുമാട്? ഞാൻ ഉസ്താദിനുള്ള എലക്ഷന്റെ 4 മണിക്ക് ക്ലോസ് ആയി, റിസൾട്ട് 6:30 മണി 7 മണിയാകുമ്പോഴേക്ക് 7 മണിക്ക് ശേഷം അറിയും. അത് പറഞ്ഞപ്പോൾ അത് അറിഞ്ഞ ഉടനെ ഉസ്താദ് വിളിച്ചപ്പോൾ ഉസ്താദ് എറണാകുളത്താണ്. അൽഹംദുലില്ലാഹ് 11 പേരും വൻഭൂരിപക്ഷത്തോടു കൂടെ ജയിച്ചു എന്ന് പറയുമ്പോൾ ഉസ്താദ് ഫസ്റ്റ് അൽഹംദുലില്ലാഹ് എന്നായിരുന്നു. എന്നിട്ട് ഉസ്താദ് നമുക്കൊക്കെ നാട്ടുകാർക്ക് അവിടെ ആരും വേറിട്ടിട്ടില്ല, ജയിച്ച 11 ആളും നാട്ടുകാരും പ്രവർത്തകർക്കൊക്കെ ആത്മാർത്ഥമായി ദുആ ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇപ്പോഴും നമുക്ക് ഉസ്താദ് ഇവിടെ വെച്ച് നമുക്ക് ദുആ ചെയ്ത് തരും. ഉസ്താദ് എറണാകുളത്ത് പരിപാടിയിലുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിജയം നമ്മൾ നല്ല നിലക്ക് നല്ല റാഹത്തായിട്ട് കാണുകയും മഹാന്മാരുടെ ഖിദ്മത്തിനുള്ള അവസരമാണ്. അപ്പൊ അവരെ ഖിദ്മത്തിനുള്ള അവസരം കിട്ടിയത് നമുക്ക് ആ മഹത്തുക്കളോടുകൂടെ നമുക്ക് നാട്ടുകാർക്കൊക്കെ എല്ലാവർക്കും മഹാന്മാരോടൊപ്പം സ്വർഗത്ത് കടക്കാൻ ഒരു അവസരമാക്കി അല്ലാഹു